ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം 2026 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഉടൻ തന്നെ വരട്ടെ. പക്ഷേ ഒരുപാട് പേർക്ക് അറിയേണ്ടത്, ചിലരുടെയൊക്കെ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ടാവും. എന്താണ് നിങ്ങളുടെ അവസ്ഥ? KQവിന്റെ കീഴിലും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുള്ള ക്ലാസ്സുകൾ അതാത് കോളേജുകളിൽ ഇത് ആരംഭിക്കാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 10 ശേഷം KQവിന്റെ അണ്ടറിലുള്ള അവരുടെ കലണ്ടർ അനുസരിച്ച്, പുതിയ S1 അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നമുക്ക് തുടങ്ങും എന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഓഗസ്റ്റ് 10 ഈ പറയുന്ന പോലെ തേർഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. പക്ഷെ നിങ്ങൾ ആദ്യം തന്നെ കാത്തിരിക്കുന്നത് ഒരു ഓണം സെലിബ്രേഷൻ ആണ്. മീൻസ് ഓരോ കോളേജുകളിലും നിങ്ങൾ കയറുമ്പോൾ ഫ്രഷേഴ്സ് ഡേ കഴിഞ്ഞ ഉടൻ തന്നെ ഓണം സെലിബ്രേഷൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടാവും. പിന്നീടായിരിക്കും ക്ലാസ്സുകൾ ഒഫീഷ്യലി S1ന്റെ കാര്യത്തിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ എഞ്ചിനീയറിംഗ് ഈ ഒരു വലിയ കടമ്പകൾ കഴിഞ്ഞ് പരീക്ഷ എഴുതി, അത് കഴിഞ്ഞ് +2 റിസൾട്ട് വന്നു, എന്നിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തു, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, റിസർവേഷൻ വന്നു, അലോട്ട്മെന്റ് വന്നു, വീണ്ടും തേർഡ് അലോട്ട്മെന്റ് വരെ വന്നു. ഇനിയും കാത്തിരിക്കുകയാണ് പലതും. അപ്പോൾ എന്തായാലും ക്ലാസ്സുകൾ തുടങ്ങുന്നു. ക്ലാസ്സുകൾ തുടങ്ങി ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ലാസ്റ്റ് പ്രൊസീജിയർ വരിക. അതായത് ഇത്തവണ CE വ്യക്തമാക്കിയിട്ടുണ്ട്, ഇനി ഒരു ഫർദർ അലോട്ട്മെന്റ് ഫേസ് സെൻട്രലൈസ്ഡ് ആയിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്ട്രേ വേക്കൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. തേർഡ് അലോട്ട്മെന്റ് വരെ അവർ നടത്തിയും കഴിഞ്ഞു. സ്പോട്ട് അലോട്ട്മെന്റ് അതിനുശേഷമായിരിക്കും. നിങ്ങൾ കോളേജുകളിലെ ക്ലാസ്സുകൾ തുടങ്ങിയതിനു ശേഷമുള്ളൊരു കൊഴിഞ്ഞുപോക്ക്, അല്ലെങ്കിൽ ഓരോ കോളേജുകളുടെയും വേക്കൻസികൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഫിസിക്കലി അവിടെ ഹാജരായി അതാത് കോളേജുകളിലെ സീറ്റുകൾക്ക് വേണ്ടി നിങ്ങളുടെ ഡോക്യുമെന്റുകൾ കൊടുത്ത് ഒരു സ്പോട്ട് ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയറാണ്. എന്തായാലും അതിന്റെ ഡേറ്റും ബാക്കി കാര്യങ്ങളും ഒന്നുകിൽ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ കീം സൈറ്റിൽ തന്നെ വരും, അതല്ലെങ്കിൽ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ വന്ന് അതിന്റെ ബേസിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ എന്തായാലും തേർഡ് അലോട്ട്മെന്റ് വഴി കിട്ടുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട കോളേജ് മൈൻഡിലുണ്ട്. ഇപ്പോൾ TKMൽ കിട്ടി, CET വേണമെങ്കിൽ സ്റ്റിൽ നിങ്ങൾ CETയിലെ സ്പോട്ട് അഡ്മിഷൻ അപ്ഡേറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ മറക്കണ്ട, ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും അതുപോലെ തന്നെ KQവിന്റെ കംപ്ലീറ്റ് S1 S2 കംപ്ലീറ്റ് നോട്ട് പാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. അതറിയാനും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് വിരൽ തുമ്പുകളിൽ എത്തുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.